ഹലോ വെൽക്കം ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ ഒരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഹിസ്റ്ററിസിസ് ലോസ് ഇൻ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ പ്രൈമർലി ഡ്യൂ ടു. എല്ലാ മാഗ്നറ്റിക് മെറ്റീരിയൽസിലും ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? റാപ്പിഡ് റിവേഴ്സൽസ് ഓഫ് ഇറ്റ്സ് മാഗ്നറ്റൈസേഷൻ, ഫ്ലക്സ് ഡെൻസിറ്റി ലാഗിങ് ബിഹൈൻഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്, റിറ്റൻറ്റിവിറ്റി, മാഗ്നറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് ഇൻ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രൈമറിലി ഡ്യൂ ടു ഫ്ലക്സ് ഡെൻസിറ്റി ലാഗിങ് ബിഹൈൻഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ്. മാഗ്നറ്റൈസിങ് ഫോഴ്സിന് ബിഹൈൻഡ് ആയിട്ട് ഫ്ലക്സ് ഡെൻസിറ്റി ലാഗ് ചെയ്യുന്നതുകൊണ്ടാണ് മെയിനായിട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവുന്നത്. Hysteresis loss in magnetic materials occurs due to lagging of magnetic flux behind the magnetizing force H, B and H during cyclic magnetization. ഈ phenomenon which creates a loop which is called as the hysteresis loop on a BH curve. അല്ലേ, നിങ്ങൾ BH curve ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ലൂപ്പ് നമ്മൾക്കറിയാം. ആൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദിസ് ലൂപ്പ്, നമ്മൾ ഈ രീതിയിൽ നമ്മളത് കണ്ടിട്ടുണ്ട് അല്ലേ. ഈ ലൂപ്പ് അത് ഓരോ മെറ്റീരിയലിലും ഓരോ ഏരിയയിലായിരിക്കും ഉണ്ടാവുക. ആ പറയുന്ന ഏരിയ എൻക്ലോസ് ചെയ്യുന്ന ആ ലൂപ്പ് represents the energy loss per cycle per unit volume. അതിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതിന് നമുക്ക് BH കർവിന്ന് ഏരിയ കണ്ടുപിടിച്ച എന്താ നമ്മൾക്ക് കിട്ടുക? ഏരിയ എന്ന് പറയുന്നത് which represents the energy lost per cycle per unit volume. Per unit volume per cycle എത്ര എനർജി ലോസ്റ്റ് ആവണമെന്നാണ് നമ്മൾക്ക് അതിൽ അറിയാം. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് ഇൻ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡ്യൂ ടു ഫ്ലക്സ് ഡെൻസിറ്റി ലാഗിങ് ബിഹൈൻഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ആ എനർജി ലോസ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ആസ് ഹീറ്റ്. അത് ഹീറ്റായിട്ടായിരിക്കും വരിക. ആൻഡ് അത് മെയിൻലി കോസ് ചെയ്യുന്നത് ദ ഇന്റേർണൽ ഫ്രിക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഡൊമൈൻസ് ആസ് ദ റീഓറിയന്റ് ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോമായി നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല. അത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനനുസൃതമായിട്ട് ഇവിടെ നമ്മൾക്ക് ഇന്റേർണൽ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത, റീഓറിയന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റേർണൽ ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഡിലേ വരും. ദ ഡിലേ അല്ലെങ്കിൽ ലാഗ് ഇൻ റെസ്പോൺസ് ഓഫ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി റിലേറ്റീവ് ടു ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ആ ഒരു ലാഗ് അവിടെ ഉണ്ടാവും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. റാപ്പിഡ് റിവേഴ്സൽസ് ഓഫ് മാഗ്നറ്റൈസേഷൻ, this contributes to eddy current and hysteresis loss but is in the primary cause. നമുക്കറിയാം ഈ പറയുന്ന മാഗ്നറ്റൈസേഷൻ പെട്ടെന്ന് റിവേഴ്സൽ ചെയ്യുന്ന സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് എഡി കറണ്ടും ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അതൊരു പ്രൈമറി കോസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. റിറ്റൻറ്റിവിറ്റി പറയുന്നത് അതൊരു പ്രോപ്പർട്ടിയാണ്, അതൊരു ലോസിനുള്ള ഒരു കാരണമല്ല. മാഗ്നറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല, നമുക്ക് ആവശ്യമില്ലാത്തൊരു ഓപ്ഷനാണ് കേട്ടോ. അതായത് ഇവിടെ നമുക്കത് ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എയർ ഗ്യാപ്സ് ആർ പ്രൊവൈഡഡ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ടു. എന്തിനാണ് എയർ ഗ്യാപ്സ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് പെർമിബിലിറ്റി ഓഫ് ദ സർക്യൂട്ടിന്റെ പെർമിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്, പ്രിവെന്റ് സാച്ചുറേഷൻ, റെഡ്യൂസ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. എന്താണ് എയർ ഗ്യാപ്സ് എന്ന് പറയുന്നത്? മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ടു പ്രിവെന്റ് സാച്ചുറേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എയർ ഗ്യാപ്സ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്സിലാണ് ഉണ്ടാവുക. പ്രധാനമായിട്ടുള്ളത് ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്ടേഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിലാണ് ഫോർ സെവറൽ റീസൺസ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് പ്രിവെന്റ് സാച്ചുറേഷൻ തന്നെയാണ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ, അതായത് അയൺ കോഴ്സ് പോലുള്ള മെറ്റീരിയൽസിൽ can saturate when the magnetic field is too strong. മാഗ്നറ്റിക് ഫീൽഡ് ഒരുപാട് സ്ട്രോങ് ആകുമ്പോൾ അവിടെ അത് സാച്ചുറേറ്റഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് there is no longer carry additional magnetic flux efficiently. പിന്നീട് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ എഫിഷ്യൻ്റ് ആയിട്ട് അതിന് ക്യാരി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് സാച്ചുറേറ്റഡ് ആയി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന ഇടയ്ക്ക് മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ എയർ ഗ്യാപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഹാസ് എ മച്ച് ലോവർ പെർമിയബിലിറ്റി ആണുള്ളത് ദാൻ മാഗ്നറ്റിക് മെറ്റീരിയലിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ പെർമിയബിലിറ്റി എയർ ഗ്യാപ്പിന് കുറവായിരിക്കും. അത് സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് പാത്തിന്റെ റിലക്റ്റൻസിനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മാക്സിമം ഫ്ലക്സിനെ അവിടെ ലിമിറ്റ് ചെയ്യും. അതായത് കോറിൽ കൂടെ പോകുന്ന മാക്സിമം ഫ്ലക്സിനെ അത് ലിമിറ്റ് ചെയ്യും. അങ്ങനെ അതെന്ത് ചെയ്യും? നമ്മൾക്ക് ഈ പറയുന്ന സാച്ചുറേഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ
ലീനിയർ റേഞ്ചിൽ തന്നെ നമ്മുടെ ഡിവൈസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ആര്? ഈ പറയുന്ന എയർ ഗ്യാപ്പ്. അപ്പോൾ ഒരിക്കലും ഇൻക്രീസ് പെർമിബിലിറ്റി പറയില്ല, കാരണം എയർ ഹാസ് മച്ച് ലോവർ പെർമിബിലിറ്റി ഉള്ളത്. മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ പെർമിബിലിറ്റി അതിന് കുറവാണ്. സോ അത് ആക്ച്വലി ഓവറോൾ പെർമിബിലിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻക്രീസ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ആഡിങ് എൻ എയർ ഗ്യാപ്പ്, ഒരു എയർ ഗ്യാപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ റിലക്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. അത് ഫ്ലക്സിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഒരു തന്നിരിക്കുന്ന മാഗ്നറ്റൈസിങ് ഫോഴ്സിൽ ഫ്ലക്സിനെ റെഡ്യൂസ് ചെയ്യാനാണ് അത് ഹെൽപ്പ് ചെയ്യുക. പിന്നെ റെഡ്യൂസ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. അപ്പോൾ എയർ ഗ്യാപ്സ് ഒരിക്കലും ഫ്ലക്സ് ലീക്കേജിനെ റെഡ്യൂസ് ചെയ്യില്ല, അത് കൂടുതലും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, ഇനി പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് 2 branches. ഒരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്, അതിന് 2 branches ഉണ്ട്. അവിടുത്തെ നെറ്റ് MMF റിക്വയർഡ് ടു ക്രിയേറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്. അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കാനുള്ള നെറ്റ് MMF എന്ന് പറയുന്നത് MMF ഓഫ് ദ ലോ റിലക്റ്റൻസ് പാത്ത് ആണോ, MMF ഓഫ് ദ ഹൈ റിലക്റ്റൻസ് പാത്ത് ആണോ, സം ഓഫ് MMFs ഓഫ് ബോത്ത് ലോ ആൻഡ് ഹൈ റിലക്റ്റൻസ് പാത്ത് ആണോ, ഡിഫറൻസ് ബിറ്റ്വീൻ MMFs ഓഫ് ഹൈ ആൻഡ് ലോ റിലക്റ്റൻസ് പാത്ത് ആണോ. അപ്പോൾ ഒരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് 2 branches നെറ്റ് MMF റിക്വയർഡ് ടു ക്രിയേറ്റ്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് MMF എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ദിസ് ഇസ് സം ഓഫ് MMFs ഓഫ് ബോത്ത് ലോ ആൻഡ് ഹൈ റിലക്റ്റൻസ് പാത്ത്. ലോ റിലക്റ്റൻസ് പാത്തിന്റെയും ഹൈ റിലക്റ്റൻസ് പാത്തിന്റെയും MMFന്റെ സം ആയിരിക്കും അത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇൻ എ പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് ടോട്ടൽ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് അഥവാ MMF റിക്വയർഡ് ടു ഡ്രൈവ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ മൾട്ടിപ്പിൾ പാരലൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് MMF ഇസ് നീഡഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ പാത്ത്. ഓരോ പാത്തിലും എത്രത്തോളം MMF വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോ ബ്രാഞ്ചും മേ ഹാവ് ഡിഫറെന്റ് റിലക്റ്റൻസ്, ഓരോ ബ്രാഞ്ചിനും ഓരോ റിലക്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള MMF ഉണ്ടാവുക ടു പ്രൊഡ്യൂസ് ഇസ് പോർഷൻ ഓഫ് ദ ടോട്ടൽ EMF. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ പറയുന്ന MMFനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഓരോന്നിനും ഓരോ ബ്രാഞ്ചിനും ഓരോ MMF ആയിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും സിൻസ് ഈ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പാരലൽ ആയതുകൊണ്ട് തന്നെ ദേ ഷെയർ ദ സെയിം മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ. നമുക്കറിയാം അല്ലെ, പാരലൽ കണ്ടീഷനിൽ അവിടെ നമ്മൾ വോൾട്ടേജ് അവിടെ എന്തായിരിക്കും? പാരലൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും മാഗ്നറ്റിക് സർക്യൂട്ടിൽ, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു, ഇത് എന്തിനോട് അനലോഗസ് ആണ്? ഇലക്ട്രിക് സർക്യൂട്ടിൽ വോൾട്ടേജ് എങ്ങനെയാണോ അതുപോലെയാണ് ഈ പറയുന്ന മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻ പ്രാക്ടീസിൽ ഈ പാത്ത് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി കപ്പിൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ സിമെട്രിക് ആവുമ്പോഴോ ഡിഫറെന്റ് MMFs needed to maintain the respective flux. ഈ പറയുന്ന ഫ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് MMF നമുക്ക് കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ പറയുന്ന മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരേപോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ടിലെങ്കിൽ അത് ഇലക്ട്രിക് കറണ്ട് ആണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉണ്ടാവുക. അതേപോലെ വോൾട്ടേജ് ആണ് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉള്ളതെങ്കിൽ അതിന് അനലോഗസ് ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ കാണുന്നതാണ് MMF അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. വോൾട്ടേജ് അല്ലെങ്കിൽ EMF ആണ് വരിക. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇവിടെ എന്ന് പറയുമ്പോൾ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. അതുപോലെ റെസിസ്റ്റൻസ് ഇലക്ട്രിക് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള സാധനമാണ് എന്ത്? റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മറ്റേതിൽ കണ്ടത് അല്ലെ, മുമ്പ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിൽ കണ്ടിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയാണ് അതിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒരു പാരലൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് സം ഓഫ് ബ്രാഞ്ച് കറണ്ട്സ് ആണ്. പക്ഷേ വോൾട്ടേജ് എന്ന് പറയുന്നത് അക്രോസ് എല്ലാ ബ്രാഞ്ചും സെയിം ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ യൂഷ്വലി MMF ആണ് വരിക. അത് ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറയുമ്പോൾ സെയിം ആണെന്ന് പറയുന്ന പോലെ തന്നെ പാരലൽ കണ്ടീഷനിൽ MMF ആണ് സെയിം ആയിട്ട് വരിക. ആൻഡ് അവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് റിലക്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇഫ് MMF ഷെയർ ചെയ്യുന്ന സമയത്ത് ഓരോ ബ്രാഞ്ചിനും സെയിം EMF കിട്ടും. അതുപോലെ ഫ്ലക്സ് ഡിവൈഡ് ചെയ്യും. ഫ്ലക്സ് എന്ന് പറയുന്നത് പെർ ബ്രാഞ്ചിലും കൺട്രോൾ ചെയ്യും. അപ്പോൾ MMF എന്ന് പറയുന്നത് സം ചെയ്യാണ് ചെയ്യുക ടു മെയിൻറ്റെയിൻ ഈച്ച് ഫ്ലക്സ്. ഓരോ ഫ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ MMF സം ചെയ്യാണ് ചെയ്യുക. അടുത്ത ചോദ്യം, എ കോയിൽ ഓഫ് 100 turns carrying a current of I ampere produces a magnetic flux of 5 milliweber. If the current in the coil is reversed in 0.1 second, then the average value of EMF induced in the coil will be. Average value of the EMF ആണ് കണ്ടുപിടിക്കേണ്ടത് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കോയിലിന് 1000 ടേൺസ് ഉണ്ട്. അതിൽ കൂടെയുള്ള കറണ്ട് I ampere എന്ന് തന്നിട്ടുണ്ട്. അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് 5 milliweber തന്നിട്ടുണ്ട്. കറണ്ട് ത്രൂ ദ കോയിൽ റിവേഴ്സ് ചെയ്യുന്നത് 0.1 സെക്കൻഡിലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിലാണ് കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 10 വോൾട്ട്, 100 വോൾട്ട്, 50 വോൾട്ട്,
5 വോൾട്ട്. ആൻസർ 100 വോൾട്ടാ വരിക. എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ കോയിൽ, കോയിലിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF കണ്ടുപിടിക്കുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ ആവറേജ് EMF എന്ന് പറയുന്നത് N ഇൻറ്റു ഡെൽറ്റ ഫൈവ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. N എന്ന് പറയുന്നത് ആ ഒരു കോയിലുള്ള ടേൺസിൻ്റെ എണ്ണമാണ്, നമ്പർ ഓഫ് ടേൺസ് ആണ് N. ഫൈ എന്ന് പറയുന്നതിൽ കൂടെ ഫ്ലക്സ് ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റിവേഴ്സ് ചെയ്ത ആ ടൈമാണ് അല്ലേ. അപ്പോൾ N എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ടേൺസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, 1000 ടേൺസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫൈ എന്ന് പറയുന്നത് 5 മില്ലി വെബർ ആണ്. 5 × 10⁻³ വെബർ വേണം. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0.1 സെക്കൻഡ്. കറണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് +5 എന്ന് -5ലേക്ക് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക, ഡയറക്ഷൻ മാറി. അതുകൊണ്ട് തന്നെ ടോട്ടൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ ഫൈ എന്ന് പറയുമ്പോൾ 2π വരെ. +5 - -5 = 2π വരെ. ഇനി ഈ വാല്യൂസ് ഒക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇപ്പോൾ എന്തായി മാറി, 2π ആയിട്ട് മാറിയില്ലേ. അപ്പോൾ EMF എന്ന് പറയുന്നത് N × 2π ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വരും. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് 1000 ആണ്, ഇൻറ്റു 2π എന്ന് പറയുന്നത് ഇൻറ്റു 5 × 10⁻³ ആണ്, ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0.1 ആണ്. ഇതിൽ 10⁻³ ഒന്നും ക്യാൻസൽ ചെയ്ത് പോയി. ഇത് 2 × 5 10 വരും. 10 ഡിവൈഡ് ബൈ 0.1 എന്ന് പറയുന്നത് 1/10 ആണ് അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 100 വോൾട്ട് ആണ് നമ്മൾക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 100 വോൾട്ട് ആണ് നമുക്ക് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്ന കോയിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A coil of 500 turns carrying 5 ampere current produces 5 milliweber flux in an adjacent coil of 1000 turns. Mutual inductance between the coils ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഒരു കോയിലിൽ 500 ടേൺസ് ഉണ്ട്, അതിൽ കൂടെയുള്ള കറണ്ട് 5 ആംപിയർ ആണ്. അത് ഒരു 5 milliweber ഫ്ലക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അഡ്ജസന്റ് കോയിൽ. മ്യൂച്വൽ ഇൻഡക്ടൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ 2 കോയിൽ വേണം. അപ്പോൾ ഒന്നിൽ 500 ടേൺസും മറ്റേതിൽ 1000 ടേൺസ്. അപ്പോൾ ആദ്യത്തെ ടേണിൽ കൂടെ കറണ്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അടുത്ത കോയിൽ 1000 ടേൺസുള്ള കോയിലിൽ ഒരു ഫ്ലക്സ് കറണ്ട് പോകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ഫ്ലക്സ് അവിടെ ഇൻഡ്യൂസ് ചെയ്യണമെന്നാണ് പറയുക അല്ലേ. അപ്പം നമ്മൾക്ക് അതാണല്ലോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 കോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 500ഉം രണ്ടാമത്തെ കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 1000 ടേൺസ്. അപ്പോൾ ഇതിനിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. കറണ്ടും തന്നിട്ടുണ്ട്, ഫ്ലക്സും തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 0.5 ഹെൻറി, 1 ഹെൻറി, 0.75 ഹെൻറി, 1.5 ഹെൻറി ആണ് വരിക. ആൻസർ 1 ഹെൻറി ആണ്. എങ്ങനെ വരുന്ന നോക്കാം. അപ്പം മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 2 കോയിലിൽ നമ്മൾ ഇക്വേഷൻ M എന്ന് പറയുന്നത് N2 × 521 ഡിവൈഡ് ബൈ I1 ആണ്. അപ്പോൾ ഇതിൽ M എന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്, N2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേൺസ് ആണ്, സെക്കൻഡ് കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. N1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിലിന്റെ ടേൺസ് ആയിരിക്കും അല്ലേ. ഇതിൽ 521 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ട് 5 milliweber ആണ്. അതെന്ന് പറയുന്നത് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡ് കോയിൽ ഡ്യൂ ടു കറണ്ട് ഇൻ ദ ഫസ്റ്റ് കോയിൽ. അതായത് ഫസ്റ്റ് കോയിലുള്ള കറണ്ട് കാരണം ഇവിടെ സെക്കൻഡ് കോയിലിൽ എന്ത് ചെയ്യണം, ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് 521. അതായത് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡ് കോയിൽ ഡ്യൂ ടു കറണ്ട് ഇൻ ദ ഫസ്റ്റ് കോയിലാണ് 521 എന്ന് പറയുന്നത്. I1 എന്ന് പറയുന്നത് ആ ഫസ്റ്റ് കോയിലിൽ കൂടെയുള്ള കറണ്ട് I1 എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് എമ്മിലെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. M is equal to N2 എന്ന് പറയുന്നത് 1000 ടേൺസ് ഉണ്ട്, 521 നമ്മൾ കണ്ടു 5 × 10⁻³ ആണ്, ഡിവൈഡ് ബൈ I1 എന്ന് പറയുന്നത് 5 ആണ്. 5/5 is equal to 1 ഹെൻറി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2 identical coils with 1000 turns and self-inductance of 100 millihenry each are lying in parallel planes. അപ്പോൾ 2 identical coils ഉണ്ട്. അതിന് identical coils ആയതുകൊണ്ട് രണ്ടിനും 1000 turns ആണ് ഉള്ളത്. അതിന്റെ self-inductance 100 millihenry ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ if current changing at the rate, അപ്പോൾ current changing at the rate of ഒരു സെക്കൻഡിൽ 100 ആംപിയർ എന്നുള്ള രീതിയിലാണ് കറണ്ട് ചേഞ്ചിങ് ഉണ്ടാവുന്നത് ഇൻ ദ ഫസ്റ്റ് കോയിലിൽ. അത് ഈ ഒരു കോയിലിൽ കൂടെയുള്ള കറണ്ടിന്റെ ചേഞ്ച് കാരണം ഒരു EMF സെക്കൻഡ് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് 5 വോൾട്ട് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ കപ്ലിംഗ് ഓഫ് കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ദ 2 കോയിൽസ് എന്ന് വെച്ചാൽ K ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് 1.5, 0.1, 0.05 ഒക്കെയാണ് വരിക. ആൻസർ 0.5 ആണ്. എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം ഒന്ന് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. N is equal to 1000 ആണ്, രണ്ടെണ്ണത്തിലും ഒരേപോലെയാണ്. സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ L is equal to
100 മില്ലി ഹെൻറി ആണ്, വിച്ച് ഇസ് അത് നമ്മൾ ഹെൻറിയിലേക്ക് മാറ്റുന്ന സമയത്ത് 100 × 10⁻³ വരും. അപ്പോൾ ഇതിൽ എന്താ വരിക? 0.1 ഹെൻറി ആണ് വരിക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ ഫസ്റ്റ് കോയിൽ എന്ന് പറയുന്നത് di1/dt ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഇൻ സെക്കൻഡ് കോയിൽ എന്ന് പറയുന്നത് E2 = 5 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോർമുല അറിയാം, E2 = M × di1/dt ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എമ്മിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? M = E2 / di1/dt ആണ്, which is equal to 0.505 ഹെൻറി നമ്മൾക്ക് കിട്ടും. ഓക്കെ, ചോദിച്ചത് നമ്മളോട് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഫോർമുല K = m/√L1L2. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്നതായിരിക്കും M = K × √L1L2 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ K എന്ന് പറയുന്നത് m/√L1L2 ആണ്. അപ്പോൾ അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.05 √0.1 × 0.1 ചെയ്യുന്ന സമയത്ത് ഫൈനലി നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് നമുക്ക് കിട്ടുന്നത് 0.5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. A coil of 1000 turns has a resistance of 100 ohms. ഒരു 1000 turn ഉള്ള ഒരു കോയിലിൽ റെസിസ്റ്റൻസ് 100 ohm ആണ്. When excited with a DC source, അവിടെ നമ്മളൊരു DC സോഴ്സ് 200 വോൾട്ട് DC സോഴ്സ് വെച്ചിട്ട് നമ്മളതിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. ദ കോയിൽ പ്രൊഡ്യൂസേഴ്സ്, അപ്പോൾ കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10 മില്ലി വെബർ ആണ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്താണെന്നാണ് നമ്മളത് ചോദിക്കുന്നത്. അപ്പോൾ 5 ഹെൻറി, 0.2 ഹെൻറി, 10⁻⁵ ഹെൻറി, 10⁻�6 ഹെൻറി. 5 ഹെൻറിയാണ് ആൻസർ വരുന്നത്. എങ്ങനെ കിട്ടുന്നത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് അത് എഴുതാം. നമ്പർ ഓഫ് ടേൺസ് N എന്ന് പറയുന്നത് 1000 ആണ്. റെസിസ്റ്റൻസ് ഓഫ് കോയിൽ R എന്ന് പറയുന്നത് 100 ohm ആണ്. DC വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നത് V = 200 വോൾട്ട് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് Φ = 10 മില്ലി വെബർ ആണ്, which is equal to 10 × 10⁻³ വെബർ ആണ്. അപ്പോൾ ഫസ്റ്റ് കറണ്ട് ത്രൂ ദ കോയിൽ നമുക്ക് I = V/R ഓംസിൽ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ I = V എന്ന് പറയുന്നത് എത്രയാണ്? 200 R എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 200/100 എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഫോർമുലയാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L = 1000 × അതായത് L = N∅/I ആണ് അല്ലേ. L = N∅. ഇത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ, സെൽഫ് ഇൻഡക്റ്റൻസിന്റെ. അപ്പോൾ L = N∅/I ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് 1000 ആണ്. Φ എന്ന് പറയുന്നത് 10 × 10⁻³ വെബർ ആണ്, /2 ചെയ്ത് കഴിഞ്ഞാൽ 10/2 = 5 ഹെൻറി എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M between two coupled inductors L1 and L2. M is equal to L1² + L2² whole raised to 1/2. M greater than L1 + L2/2. M greater than L1 L2 whole raised to 1/2. M less than or equal to L1 L2 whole raised to 1/2. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് കപ്പിൾഡ് ഇൻഡക്ടേഴ്സ്, രണ്ടെണ്ണം ഉണ്ട്, L1 L2 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. അപ്പോൾ M less than or equal to L1 × L2 whole raised to 1/2 എന്ന് വരും. അതായത് M less than or equal to L1 L2 √L1 L2 ഈ റേഞ്ചിലാണ് വരിക. നമുക്കത് എങ്ങനെ കിട്ടുക നോക്കാം. അപ്പോൾ നമ്മൾക്ക് ടു ഡിറ്റർമിൻ ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M between two coupled inductors L1 and L2, we must refer for the fundamental limit of mutual inductance due to physical constraints. നമ്മൾ ആ റിലേഷൻഷിപ്പ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. M is equal, അതായത് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M between two coils is related to their self inductance. എങ്ങനെയാണ് L1 ഉം L2 ഉം അതുപോലെ കോഎഫിഷ്യന്റ് കപ്ലിംഗുമായിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് റിലേറ്റ് ചെയ്യുന്നത്? M is equal to K × √L1 L2 എന്നുള്ള രീതിക്കാണ്. അതിൽ തന്നെ ഈ Kന്റെ വാല്യൂ അഥവാ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ വാല്യൂന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 വരെയാണ്. ഈ K എന്ന് പറയുന്നത് 1 ആയി കഴിഞ്ഞാൽ കോയിൽസ് എന്ന് പറഞ്ഞത് പെർഫെക്റ്റ്ലി കപ്പിൾഡ് ആയിരിക്കും. K എന്ന് പറയുന്നത് 1 ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി കപ്പിൾഡ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് M എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? √L1 L2 ആയിരിക്കണം. അപ്പോൾ ദിസ് ഈസ് എ മാക്സിമം പോസിബിൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോർ ഗിവൺ സെൽഫ് ഇൻഡക്റ്റൻസസ്. തന്നിരിക്കുന്ന സെൽഫ് ഇൻഡക്റ്റൻസിൽ മാക്സിമം പോസിബിൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് M less than or equal to
റൂട്ട് ഓഫ് L1 L2 ആണ്. അടുത്ത ചോദ്യം, ദ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഹിസ്റ്ററിസിസ് ലൂപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് 10 cm² വിത്ത് ആക്സിസ് സ്കെയിൽസ് ഗിവൺ ആസ് ആക്സിസിൽ 1 cm is equal to 5 ആംബിയർ എന്നും കൊടുത്തിട്ടുണ്ട്, 1 cm is equal to 50 മില്ലി വെബർ എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസ് ഇൻ ദ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും ചോദിക്കുന്നത്. 2.5 വാട്ട്, 25 വാട്ട്, 125 വാട്ട്, 12.5 വാട്ട്. നമുക്ക് ആൻസർ 125 വാട്ടാണ് വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടണമെന്നുള്ളത് നോക്കാം. To calculate the hysteresis loss, we use the area of hysteresis loop. ഈ പറയുന്ന hysteresis loss കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ hysteresis loopന്റെ ഏരിയ കണ്ടുപിടിക്കും along with scaling factors and frequency. ഫ്രീക്വൻസിയും സ്കെയിലിംഗ് ഫാക്ടേഴ്സും യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഓഫ് hysteresis loop എന്ന് പറയുന്നത് 10 cm² ആണ്. എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും വാല്യൂ ഒന്നുണ്ട്. അല്ല, എക്സ് ആക്സിസിൽ വരുന്നത് എങ്ങനെയായിരിക്കും? എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എച്ചും വൈ ആക്സിസ് എന്ന് പറയുന്നത് ബിയും ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിൽ 1 cm എന്ന് പറയുന്നത് 5 ആംബിയർ ടേണും വൈ ആക്സിസിൽ 1 cm എന്ന് പറയുന്നത് 50 മില്ലി വെബർ പെർ മീറ്റർ സ്ക്വയർ, അതായത് 0.05 വെബർ പെർ മീറ്റർ സ്ക്വയർ. സപ്ലൈ ഫ്രീക്വൻസി എഫ് ഇസ് ഇക്വൽ ടു 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കൺവേർട്ട് ദ ലൂപ്പ് ഏരിയ ഫ്രം സെന്റിമീറ്റേഴ്സ് ടു ആക്ച്വൽ ഫിസിക്കൽ യൂണിറ്റിലേക്ക് മാറ്റണം. എനർജി പെർ സൈക്കിൾസ് പെർ യൂണിറ്റ് വോളിയം ആ റേഞ്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈച്ച് സ്ക്വയർ സെന്റിമീറ്റർ ഓൺ ദ ലൂപ്പ് നമുക്ക് ഇങ്ങനെ പറയാം. എനർജി എന്ന് പറയുന്നത് എക്സ് സ്കെയിൽ ഇൻറ്റു വൈ സ്കെയിൽ ആണ് വരിക. രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനർജി കിട്ടും. അപ്പോൾ 5 ആംബിയർ ടേൺസ് പെർ മീറ്റർ ഇൻറ്റു 0.05 വെബർ പെർ മീറ്റർ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0.25 ജൂൾ പെർ മീറ്റർ ക്യൂബ് എന്ന് നമ്മൾക്ക് കിട്ടും. സോ ടോട്ടൽ എനർജി ലോസ് പെർ സൈക്കിൾ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എനർജി ബൈ സൈക്കിൾ എന്ന് പറയുന്നത് 10 cm² ഇൻറ്റു 0.25 ജൂൾ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും, അതായത് 2.5 ജൂൾ പെർ മീറ്റർ. ഇനി ഹിസ്റ്ററിസിസ് പവർ ലോസ് പെർ യൂണിറ്റ് വോളിയം കണ്ടുപിടിക്കാം. പി ഇസ് ഈക്വൽ ടു എനർജി പെർ സൈക്കിൾ ഇൻറ്റു ഫ്രീക്വൻസി ചെയ്താൽ മതി. പി എന്ന് പറയുന്നത് 2.5 ജൂൾ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇൻറ്റു 50 ഹെർട്സ് ചെയ്ത് കഴിഞ്ഞാൽ 125 വെബർ പെർ മീറ്റർ ക്യൂബ് ഇട്ട്. അതുകൊണ്ട് ഹിസ്റ്ററിസിസ് ലോസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? 125 വെബർ പെർ മീറ്റർ ക്യൂബ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements hold for the divergence of electric and magnetic flux densities? തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റിലാണ് divergence of electric and magnetic flux densities ഹോൾഡ് ചെയ്യുന്നത്? both are 0, രണ്ടും 0 ആണോ? These are 0 for static flux densities and non-zero for time varying flux densities. Divergence is 0 for electric flux density. Divergence is 0 for magnetic flux density. അപ്പോൾ ഡൈവേർജൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിക്കാണ് 0 ആവുക. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഗോസ് ലോ ഫോർ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ ആണ്. ഇതിൽ ഡി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും റോ എന്ന് പറയുന്നത് ഫ്രീ ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പം അതുകൊണ്ട് ഡൈവേർജൻസ് ഓഫ് ഡി എന്ന് പറയുന്നത് എപ്പോഴും 0 ആവണമെന്നില്ല. ഇറ്റ്സ് 0 ആവുന്നത് എപ്പോഴാണ്? അവിടെ ചാർജ് ഇല്ലാത്ത കണ്ടീഷനിൽ മാത്രമേ അത് 0 ആവുള്ളൂ. ഇനി ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഈവൻ ഫോർ ടൈം വേരിയിങ് ഫീൽഡ്സിലും ഈ ഒരു കണ്ടീഷൻ അത് ഹോൾഡ് ചെയ്യും. അതിനർത്ഥം നോ മാഗ്നറ്റിക് മോണോപോൾസ് അവിടെ കാണില്ല എന്നുള്ളതാണ്. മാഗ്നറ്റിക് മോണോപോൾസ് അവിടെ കാണില്ല. അപ്പം നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഡൈവേർജൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് 0 ആവുന്നത്? ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് മാത്രമേ അത് 0 ആവുള്ളൂ. കാരണം ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് അതാണ് ഗോസ് ലോ ഫോർ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളൊക്കെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലായി. രണ്ടും 0 എന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒന്ന് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ ആണ്, അതൊരിക്കലും 0 ആവുന്നില്ല. ആകെ മാഗ്നറ്റിസത്തിൽ മാത്രമേ 0 ആവുന്നുള്ളൂ. അപ്പോൾ these are 0 for static flux densities and non-zero for time varying flux densities എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോങ് ആണ്. കാരണം ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജ് പ്രസൻസിനെയാണ്, അല്ലാതെ ടൈം വേരിയേഷൻ അല്ല. അതുപോലെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ 0 എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അതും റോങ് ആണ്. കാരണം റോ ആണ് 0 ആണെങ്കിൽ മാത്രം നമുക്ക് ഇതിപ്പോൾ റോ ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ശരിയായി. ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു 0 ആയി. റോ 0 ആവാത്തിടത്തോളം കാലം, ഒരു നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കുന്നിടത്തോളം കാലം ഡൈവേർജൻസ് എന്ന് പറയുന്നത്
ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിന്റെ എന്തായിരിക്കും ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് മാത്രമാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. താങ്ക് യു.